ഒക്കെ ഉണ്ടല്ലോ, ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്കിങ്ങനെ എവിടെ മാങ്ങ കണ്ടാലും അത് പറിച്ചിട്ട് ഒന്നെങ്കിൽ ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കുക, അല്ലെങ്കിൽ അച്ചാറിട്ടിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. എത്ര കഴിച്ചാലും എനിക്കത് മടുക്കൂലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കെന്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു പുളി വരും. അങ്ങനെ കഴിക്കാനൊന്നും തോന്നില്ല. പക്ഷെ ഇപ്പം ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, അന്നത്തെ ഉണ്ടാക്കിയ പോലെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഞാനെന്താ ഒന്ന് രണ്ട് മാങ്ങയൊക്കെ പൊട്ടിച്ചു. പക്ഷേ ഞാൻ അതുകൊണ്ട് അന്ന് അച്ചാറിട്ടില്ല, മാങ്ങ കൊണ്ട് ഒന്നും ചെയ്തില്ല. അതങ്ങനെ എന്നെ ചമ്മന്തി കരച്ചിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇഷ്ടംപോലെ മാങ്ങ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അന്നത് ഇട്ടെന്നില്ല, അപ്പോൾ ഇന്ന് അതെടുത്തിട്ട് കുറച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന്. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് അച്ചാറിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ വീടിൻ്റെ മൂലയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു ചില്ലിൻ്റെ ഭരണി എടുത്തിട്ടുണ്ട് കേട്ടോ. ആളെ ഒന്ന് പൊടി തട്ടി മൊഞ്ചനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാനിന്ന് ഉപ്പിലിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ തലേ ദിവസം കഴുകി ഇങ്ങനെ ഓട്ടപാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് ഒന്നും കൂടി തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. 1-2 തുടച്ചെടുത്തപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പരിശ്രമം അങ്ങോട്ട് ഒഴിവാക്കിട്ടോ. കാരണം അതങ്ങനെ തുടച്ചിരുന്നാൽ ഇന്നൊന്നും ഇത് തീരൂല. പിന്നെ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുമ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ വെറും ഉപ്പ് മാത്രമാണ് ഇട്ട് വെക്കണം, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ എടുത്ത് ഇടയ്ക്ക് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഉപ്പ് പിടിക്കും. കല്ലുപ്പാണ് ഇട്ടത്, അപ്പോൾ കല്ലുപ്പ് കുറച്ചുള്ളായിരുന്നു. അപ്പോൾ ഉള്ളത് ഇട്ടു, ബാക്കി പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതങ്ങനെ കിടക്കും. എല്ലാം കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ള പോലെ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതെടുത്തിട്ട് ഞാനൊരു മൂലൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മേലെയാണ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പം തന്നെ എടുത്തിട്ട് എല്ലാം ശരിയാക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അനു ഷവർമ്മയും കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഷവർമ്മയും കഴിച്ച് പിന്നെ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടോ തപ്പിയപ്പോൾ ഒരു ഐസ്ക്രീമും കിട്ടി. അപ്പോൾ അതും കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.